നമ്മൾ അങ്ങനെ ഫസ്റ്റ് ഇയർ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുകയാണ്. സോ നമുക്കിനി പറയാം, നിങ്ങൾക്ക് കഴിഞ്ഞ ഇയറിലുള്ള പോലൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ടോട്ടൽ 4 പേപ്പേഴ്സ് തന്നെയാണ് വരുന്നത് നിങ്ങളുടെ ബാച്ചിന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ജൂണിലായിരിക്കും ഇനി എക്സാം വരുന്നത് നിങ്ങളുടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാർച്ചിൽ നിങ്ങളുടെ അസൈൻമെന്റ്സ് സബ്മിഷന്റെ ടൈമാണ്. സോ നിങ്ങൾ ലാസ്റ്റ് ഇയർ ഫോളോ ചെയ്ത പോലെ തന്നെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നത്. നിങ്ങൾക്ക് ടൈം ടേബിൾ ഉണ്ടാവും. ആ ടൈം ടേബിളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ക്ലാസ്സസ് വരുന്നത്. അതുപോലെ തന്നെ റിവിഷൻ സെഷൻസ് വരുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾ ഈ കഴിഞ്ഞ ഒരു ഇയർ എങ്ങനെയാണോ വർക്ക് ചെയ്തത് അതുപോലെ തന്നെ വർക്ക് ചെയ്യുക. സോ നമുക്ക് നമ്മുടെ സിലബസിലേക്ക് കടക്കുന്നതിനെക്കാട്ടിലും മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ടോട്ടൽ 4 പേപ്പേഴ്സ് ആണ് വരുന്നത് എന്നറിയാലോ. നിങ്ങൾക്ക് കഴിഞ്ഞ ഇയറിലുള്ള പോലെ തന്നെ നിങ്ങളുടെ ഒരു കമ്പൽസറി പേപ്പറും പിന്നെ നിങ്ങളുടെ ഒരു ഓപ്ഷണൽ മൊഡ്യൂളിൽ വരുന്നത്. നമുക്ക് ഇപ്രാവശ്യം റൈറ്റിംഗ്സ് ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷണൽ മൊഡ്യൂൾ ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. ഇപ്രാവശ്യം റൈറ്റിംഗ്സ് ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ആണ്. ആൻഡ് ആ മൊഡ്യൂളിന്റെ അണ്ടറിൽ വരുന്ന 3 പേപ്പറും പ്ലസ് നിങ്ങളുടെ ആ ഒരു കമ്പൽസറി കോഴ്സ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് ആണ് നിങ്ങളുടെ ഈ പ്രാവശ്യം നിങ്ങൾക്ക് വരുന്നത്. ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കമ്പൽസറി പേപ്പറിൽ പെട്ടിട്ടുള്ള ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്ന ആ ഒരു പേപ്പർ ആണ് കേട്ടോ. ചെറിയൊരു നെറ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. സോ ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് ടോട്ടൽ ഓക്കെ, ഞാൻ അങ്ങനെയാണെങ്കിൽ ക്യാമറ ഓഫ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. സോ നിങ്ങളുടെ ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്ന നിങ്ങളുടെ കമ്പൽസറി പേപ്പറിൽ വരുന്ന ആ ഫസ്റ്റ് പേപ്പർ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനകത്ത് നിങ്ങൾക്ക് ടോട്ടൽ ഓഫ് 8 ബ്ലോക്സ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച പോലെ തന്നെ 8 ബ്ലോക്കിന്റെ നിങ്ങൾക്ക് ഓരോന്നിനടിയിലും 5 to 6 യൂണിറ്റ്സ് വീതം വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. സോ നിങ്ങളുടെ ഫസ്റ്റ് വരുന്ന ബ്ലോക്കിന്റെ പേരാണ് വാട്ട് ഈസ് ലാംഗ്വേജ് എന്നുള്ളത്. സോ ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലാംഗ്വേജ് ഒറിജിൻ, അതുപോലെ തന്നെ നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്. നിങ്ങൾ ആ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് വേർഡ്സോ സെന്റൻസ് മാത്രമല്ല, അതിന്റെ ബാക്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഫോണിറ്റിക്സ്, ഫോണോളജി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കൂടി ചേരുമ്പോഴാണ് നമ്മളുടെ ഒരു ലാംഗ്വേജ് കംപ്ലീറ്റ് ആവുന്നത്. അല്ലാതെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് നമ്മൾ. സോ അതാണ് നിങ്ങൾ ആ ഒരു ലാംഗ്വേജിന്റെ ബേസിക്സ് എന്ന് പറയാൻ പറ്റുന്ന പോലെയാണ് ഈ ഒരു ബ്ലോക്ക്. നിങ്ങൾക്ക് ആ ഒരു ബേസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലോക്കിൽ വാട്ട് ഈസ് ലാംഗ്വേജ്. അതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ആ ഒരു ലാംഗ്വേജ് ഒറിജിൻ, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്, അതുപോലെ നമ്മൾ ലിംഗ്വിസ്റ്റിക്സിൽ എപ്പോഴും കേട്ടിട്ടുള്ള സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ആ ഒരു തിയറി ഒക്കെ ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് പഠിക്കാൻ വരുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ളത് സൊഷോർ ആണെന്ന് നമുക്കറിയാം. അപ്പൊ സൊഷോറിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. സോ അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിൽ മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇനി സെക്കൻഡ് ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് സ്ലൈഡ് ചേഞ്ച് ചെയ്തു വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ സെക്കൻഡ് ബ്ലോക്ക് വരുന്നത്. സോ ഈ ഒരു ബ്ലോക്കിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ടും ആ ഒരു ചേഞ്ചസ്, നമ്മുടെ ഇംഗ്ലീഷ് എന്നുള്ള ആ ഒരു ലാംഗ്വേജിൽ വന്നിട്ടുള്ള ചേഞ്ചസ്, അതുപോലെ തന്നെ ആ ബേസ്ഡ് ഓൺ ദയർ സൗണ്ട്, സ്പെല്ലിംഗ്, ആ ഒരു സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നതിന് ശേഷം നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ഒക്കെയാണ് ഈ ഒരു ബ്ലോക്കിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാൻ വരുന്നത്. ഇനി നമ്മളുടെ തേർഡ് ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് ഓക്കെ, അപ്പൊ നമ്മളുടെ തേർഡ് ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് ഇംഗ്ലീഷ് ഫോണറ്റിക്സ് ആൻഡ് ഫോണോളജി എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ തേർഡ് ബ്ലോക്ക് വരുന്നത്. സോ ഈ നമുക്കറിയാം ഫോണറ്റിക്സും ഫോണോളജി എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിഗ്രി തൊട്ടിട്ടേ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളത് തന്നെയാണ് അല്ലെ. നമ്മളുടെ ആ ഒരു സൗണ്ട്, നമ്മൾ ഓരോ വേർഡ്സിന്റെ സൗണ്ട്, അതെങ്ങനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്ക് ആ ഫോണറ്റിക്സ് ആൻഡ് ഫോണോളജിയിലൊക്കെ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. സോ ഈ ഒരു ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് മെയിൻലി നമുക്ക് കോൺസണൻസ്, വൗവൽ, അതുപോലെ തന്നെ സ്പീച്ച് മെക്കാനിസം ഒക്കെയാണ് ഈ ഒരു ബ്ലോക്കിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഫോർത്ത് ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത്
ഇംഗ്ലീഷ് മോർഫോളജി എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഫോർത്ത് ബ്ലോക്ക് വരുന്നത്. സോ ഈ ബ്ലോക്കിൽ മെയിൻ ആയിട്ട് നമ്മുടെ ആ ഒരു വേർഡ് ഫോർമേഷൻ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്. ഇനി ബ്ലോക്ക് 5ലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സെന്റാക്സ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ബ്ലോക്ക് 5 വരുന്നത്. സോ ഇതിൽ മെയിൻ ആയിട്ട് നമ്മളുടെ ഒരു സെന്റൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗ്രാമർ, ടെൻസസ്, പ്രൊനൗൺസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഒരു സെന്റൻസ്, ആൻഡ് സെന്റൻസ് ആണ് നമ്മളൊരു ലാംഗ്വേജ് ആകുന്നത്. സോ അതാണ് ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രാമർ, അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസസ്, പിന്നെ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതിനൊക്കെ കുറിച്ചിട്ട് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി നമ്മുടെ 6th ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് ലാംഗ്വേജ് ഇൻ യൂസ്, അത് 1. അതിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് വരുന്നത് നമ്മളുടെ ആ ഒരു ബൈലിംഗ്വലിസം, മൾട്ടി ലിംഗ്വലിസം. അതായത് ഇപ്പൊ നമ്മളുടെ കൺട്രി എടുത്ത് ഇന്ത്യ എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ ഒരു മൾട്ടി ലിംഗ്വിസ്റ്റിക് കൺട്രിയാണ്, ഒരുപാട് ലാംഗ്വേജസ് വരുന്ന ഒരു കൺട്രിയാണ്. സോ അതിന് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ബ്ലോക്കിൽ മെയിൻ ആയിട്ട് പഠിക്കാൻ വരുന്നത്. ഇനി ബ്ലോക്ക് 7ലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ലാംഗ്വേജ് ഇൻ യൂസ്, ഇതിൽ നിങ്ങൾക്ക് ലെവൽസ് ഓഫ് മൾട്ടി ലിംഗ്വലിസം എന്ന് പറയുന്ന ആ ഒരു ഏരിയ ആണ്. അതായത് ഇപ്പോ നമ്മളിപ്പോ ഇന്ത്യ എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും ഓരോ സ്റ്റേറ്റിൽ എത്ര ലാംഗ്വേജ്. ഈവൻ നമ്മൾ സ്റ്റേറ്റ്, നമ്മളിപ്പോ കേരളം എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ സംസാരിക്കുന്ന മലയാളം ആണെങ്കിൽ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് നമ്മളെ ലാംഗ്വേജ് വരുന്നത്. ഈ മലയാളം തന്നെ സംസാരിക്കുന്നത് ഇപ്പൊ തൃശ്ശൂരുകാർ സംസാരിക്കുന്ന പോലെയാണോ നമ്മളുടെ തിരുവനന്തപുരമുള്ള ആൾക്കാർ സംസാരിക്കുന്നത്? അല്ല. അപ്പൊ ആ ഒരു ഇന്റേണൽ ഡിഫറൻസ്, ഈവൻ നമ്മൾ ഒരു സ്റ്റേറ്റ് ആണെങ്കിലും ഈവൻ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണെങ്കിലും ഇനി ഓരോ ഇൻഡിവിജ്വലി നമ്മൾ ഓരോ വീട്ടിലുള്ള രണ്ടാളും തമ്മിൽ സംസാരിക്കുന്നതിലും വ്യത്യാസം വരും. സോ ആ ഒരു കാര്യങ്ങൾ, ആ ഒരു ലെവൽസ് ഓഫ് മൾട്ടി ലിംഗ്വലിസം എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ ബ്ലോക്ക് 7ൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് 8ലേക്ക് വരുന്ന സമയത്ത് ദ സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ്. സോ നമുക്കറിയാം ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മളുടെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇങ്ങോട്ടേക്ക്. നമ്മൾ ഇന്ത്യയിലേക്കുള്ള ആ ഒരു ലാംഗ്വേജിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് തന്നെ ആ ഒരു കൊളോണിയലിസം അതിലൂടെ വന്നിട്ടുള്ളതാണ്. സോ ആ ഒരു വേരിയേഷൻ ആൻഡ് വെറൈറ്റീസ് നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷിൽ, ഇപ്പൊ നമ്മൾ ആ ഒരു വെസ്റ്റേൺ സൈഡിൽ നിന്ന് വരുന്ന ഇംഗ്ലീഷ്, നമ്മുടെ ഇംഗ്ലീഷൊക്കെ നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷും വെസ്റ്റേൺ സൈഡിലേക്ക് വരുന്ന ഇംഗ്ലീഷൊക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഈവൻ ആ പ്രൊണൗൺസിയേഷൻ വരെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് വരുന്നതാണ്. സോ ആ ഒരു കാര്യമാണ് നമ്മളുടെ ഈ ഒരു സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്കിൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് നമ്മളുടെ ഫൈനൽ ബ്ലോക്ക് ആയിട്ടുള്ള ബ്ലോക്ക് 9 സ്റ്റൈലിസ്റ്റിക്സ്. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ആ ഒരു കണക്ഷൻ ബിറ്റ്വീൻ ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ലിറ്റററി ക്രിറ്റിസിസം അലോങ് വിത്ത് സ്റ്റൈലിസ്റ്റിക്സ്. ഈ ഒരു കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു ഫൈനൽ ബ്ലോക്കിൽ വരുന്നത്. സോ ഈ ഒരു MEG 04 ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് മൊത്തം ആ ഒരു കംപ്ലീറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ലാംഗ്വേജിനെ കുറിച്ചിട്ട് വളരെ വലിയൊരു ഐഡിയ തന്നെ കിട്ടും. അങ്ങനെയാണ് നമ്മളെ ഈ ഒരു ഫസ്റ്റ് നിങ്ങളെ ഒരു കമ്പൽസറി പേപ്പർ ആയിട്ടുള്ള ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജിലെ 9 ബ്ലോക്കും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളുടെ റൈറ്റിംഗ്സ് ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു മോഡ്യൂൾ, ഓപ്ഷണൽ മോഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് വരുന്ന പേപ്പറാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. MEG 07 ആണ് നിങ്ങളുടെ പേപ്പർ കോഡ് വരുന്നത്. സോ നമുക്ക് ഇനി ഫസ്റ്റ് ബ്ലോക്കിലേക്ക് പോവാം. ഫസ്റ്റ് ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് നോൺ ഫിക്ഷണൽ പ്രോസ്. അപ്പൊ നമുക്ക് ഈ പ്രോസ് എന്താണെന്ന് അറിയാലേ, നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്, നമ്മൾ ഡിഗ്രിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ട്. അതായത് കൂടുതലും ഫാക്ട് ബേസ്ഡ് ആയിരിക്കും നമ്മളുടെ ഈ പ്രോസ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ഫിക്ഷണൽ സ്റ്റൈൽ ആയിരിക്കില്ല കൂടുതലും ഫോളോ, ഒരു സ്പീച്ച് ടൈപ്പ് ആയിരിക്കും അത് ഫോളോ ചെയ്യുന്നത്. ഒരു കഥ പോലെ ആയിരിക്കില്ല അധികം ഉണ്ടാവുക. നമ്മൾ പറയുന്ന ഒരു സ്പീച്ച് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലെങ്തി എസ്സേ പോലെ ആയിരിക്കും നമ്മളുടെ ഈ ഒരു പ്രോസ് വരുന്നത്. സോ ഈ ഒരു ബ്ലോക്കിൽ നിങ്ങൾക്ക് മെയിൻലി ആ ഒരു നമ്മളുടെ റൈറ്റേഴ്സ്, അതായത് ഇന്ത്യൻ റൈറ്റിംഗ്സ് ആണ്. ഇപ്പൊ നമ്മുടെ റൈറ്റിംഗ്സ് ഫ്രം ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഫുള്ളി നമുക്ക് ഇതിൽ മെയിൻലി നമ്മുടെ ഇന്ത്യൻ റൈറ്റിംഗ്സും അതുപോലെ ഇന്ത്യൻ ഓതേഴ്സിന്റെ വർക്ക്സും ഒക്കെയാണ് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാൻ വരുന്നത്. സോ നോൺ ഫിക്ഷണൽ പ്രോസിൽ നിങ്ങൾക്ക് ഫസ്റ്റ് മെയിൻലി നമ്മളുടെ ആ ഒരു ഫ്രീഡം ഫൈറ്റേഴ്സും അതുപോലെ തന്നെ റൈറ്റേഴ്സുമായിട്ടുള്ള ഗാന്ധിജി, സ്വാമി വിവേകാനന്ദ, ഇതുപോലെയുള്ള ആളുകളുടെ പ്രോസ് കുറച്ച് നമുക്ക് ഒരു എന്താ പറയുക, അവരെ ആ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ അതാണ് നിങ്ങൾക്ക് ഇവിടെ വരുന്നത്. സ്വാമി വിവേകാനന്ദ വരുന്നുണ്ട്, ജവഹർലാൽ നെഹ്റു വരുന്നുണ്ട്, ഗാന്ധി വരുന്നുണ്ട്. ഇവരുടെ ഒക്കെ വർക്ക്സിന്റെ ആ ഒരു എന്താ പറയുക ഒരു സ്റ്റൈല് എങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു ബ്ലോക്കിൽ വരുന്നത്. ഇനി ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് മുൾക്രാജ് ആനന്ദിന്റെ അൺടച്ചബിൾ എന്ന് പറയുന്ന ഒരു നോവലാണ് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്. സോ ഈ നോവൽ മെയിൻലി നമുക്ക് ആ ഒരു എന്താ പറയാ ആ ഒരു ഡിസ്ക്രിമിനേഷൻ,
പണ്ടത്തെ കാലത്ത് തൊട്ടുകൂടായ്മ, അതാണല്ലോ അൺടച്ചബിൾ. അപ്പൊ ആ ഒരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് നമ്മളുടെ അൺടച്ചബിൾ എന്ന് പറയാം. അപ്പൊ റൈറ്റിംഗ്സ് ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളില് മെയിൻലി നമ്മളുടെ ആ ഒരു ഫ്രീഡം സ്ട്രഗിൾ തൊട്ടിട്ട് നമ്മൾ ആ ഒരു ഇൻഡിപെൻഡൻസ് വരെയൊക്കെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ്, ഒരുപാട് നമ്മളുടെ ആ ഒരു മൂവ്മെന്റ്, നമ്മളെ ഫ്രീഡം സ്ട്രഗിൾസിന്റെ മൂവ്മെന്റിനൊക്കെ വേണ്ടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വർക്ക്സും നോവൽസും പോയിംസും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു റൈറ്റിംഗ്സ് ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിന്റെ അണ്ടറിൽ പഠിക്കാൻ വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഒരു വർക്കാണ് നമ്മുടെ മുൽക്ക് രാജ് ആനന്ദിന്റെ അൺടച്ചബിൾ എന്ന് പറയുന്ന ഒരു നോവല്. ഇനി നെക്സ്റ്റ് ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് രാജാ റാവുവിന്റെ കാന്തപുര എന്ന് പറയുന്ന ഒരു വർക്കാണ്. ഇതും ബേസിക്കലി നമ്മളുടെ ആ ഒരു ഫ്രീഡം സ്ട്രഗിൾ, അതുപോലെ തന്നെ ആ സമയത്ത് നമ്മളുടെ ആ ഒരു സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന കുറെ തിന്മകളെ ബേസ് ചെയ്തിട്ടും, ഈവൻ ആ ഒരു കൊളോണിയലിസം, അതുപോലെ തന്നെ ആ ഒരു എന്താ പറയാ ആ ഡിസ്ക്രിമിനേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് രാജാ റാവുവിന്റെ ഈ ഒരു കാന്തപുര എന്ന് പറയുന്ന ഒരു വർക്കും വരുന്നത്. ഇതും ഒരു നോവൽ തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ബ്ലോക്ക് 5ലേക്ക് വരുന്ന സമയത്ത് അനിത ദേശായിയുടെ ക്ലിയർ ലൈറ്റ് ഓഫ് ഡേ എന്ന് പറയുന്ന വേറൊരു നോവൽ തന്നെയാണ് വരുന്നത്. ഇനി ബ്ലോക്ക് 5ലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ എന്ന് പറയുന്ന സൽമാൻ റഷ്ദിയുടെ ഒരു വർക്കാണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. മെയിൻലി ആ ഒരു ഫ്രീഡം സ്ട്രഗിളിനെ ബേസ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് ഈ ഒരു വർക്കും നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്. ഇനി നിങ്ങൾ ബ്ലോക്ക് 7ലേക്ക് വരുന്ന സമയത്ത്, സിക്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഇതിൽ ഷോർട്ട് സ്റ്റോറീസ് ആണ്. ഈ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് സ്റ്റോറീസ് അല്ല പഠിക്കാൻ വരുന്നത്. ബേസിക്കലി ഇതിനകത്ത് നിങ്ങൾക്ക് ആ ഒരു ഹിസ്റ്ററി ഓഫ് ഷോർട്ട് സ്റ്റോറി ആണ് വരുന്നത്. ഈ ഷോർട്ട് സ്റ്റോറിയുടെ ഒറിജിൻ, നമ്മൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ആ ഷോർട്ട് സ്റ്റോറി വരുന്നത്, അതുപോലെ തന്നെ അതിന്റെ ബേസിക് ആയിട്ടുള്ള എലിമെന്റ്സ് എന്തൊക്കെയാണ്. ഇപ്പൊ നമുക്കറിയാം, ഒരു സ്റ്റോറി നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് പ്ലോട്ട് ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്, ആൻഡ് ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒരു അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്യണമല്ലോ. ഇപ്പൊ ചിലപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റോറി വായിക്കുന്ന സമയത്ത് അത്ര എന്താ പറയാ ആ ഒരു ക്യാരക്ടേഴ്സിന്റെ സ്ട്രഗിളും കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കാം. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ അതിന്റെ നറേറ്റീവ് ടെക്നീക്സ്, അതുപോലെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സ്റ്റോറി എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ക്രിയേറ്റ് ആവുന്നത്. സോ ആ ഒരു ബേസിക് എലിമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഈ ഒരു ബ്ലോക്കിൽ പഠിക്കൂ. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് എന്താ പറയുക റൈറ്റേഴ്സിന്, അതായത് ഇപ്പൊ നമ്മുടെ RK നാരായണൻ, അരുൺ ജോഷി, അതുപോലെ റസ്കിൻ ബോണ്ട്, ശശി ദേശ്പാണ്ഡെ, അങ്ങനെയുള്ള ഒരുപാട് റൈറ്റേഴ്സിന്റെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള സ്റ്റോറീസ് എടുത്തിട്ട് അതിലത്തെ മെയിൻലി നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഒരു ബേസിക് എലിമെന്റ്സ് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്ലോട്ട്, ക്യാരക്ടർ, അറ്റ്മോസ്ഫിയർ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടൊന്ന് അതൊന്ന് അനലൈസ് ചെയ്യും. അതാണ് നിങ്ങളുടെ ഈ ഒരു 6th ബ്ലോക്കിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി 7th ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് ദ പോയിട്രി. ഇതിൽ നിങ്ങൾക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ ഓതേഴ്സിന്റെ പോയിംസ് ആണ് പഠിക്കാനുള്ളത്. ഇപ്പോ നിസിം നസിക്കിൽ, അതുപോലെ കമലാദാസ്, ഓറബിന്ദോ, സരോജിനി നായിഡു, തോറോ ദത്ത്, ഹെൻറി ഡോറിൻസോ, അങ്ങനെയുള്ള റൈറ്റേഴ്സിന്റെ ഒക്കെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് പോയിംസ് ആണ് നിങ്ങൾക്ക് ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കാൻ വരുന്നത്. സോ അതാണ് നിങ്ങളെ ബ്ലോക്ക് 7ൽ വരുന്നത്. ആൻഡ് ബ്ലോക്ക് 8ലേക്ക് വരുന്ന സമയത്ത് മഹേഷ് ദത്താനിയുടെ താറ എന്ന് പറയുന്ന ഒരു നോവലാണ്. ഇത് ആക്ച്വലി ഒരു എന്താ പറയാ ഒരു കൺജോയിന്റ് ആയിട്ടുള്ള ട്വിൻസിന്റെ ഒരു നോവലാണ്. അതായത് ജനിക്കുമ്പോ തന്നെ ഒരു അതായത് നമ്മൾ സയാമി സെരട്ടകൾ എന്നൊക്കെ പറയില്ല, അങ്ങനെ ജനിച്ചിട്ട് ജനനത്തോട് കൂടിയിട്ട് തന്നെ അവരെ ഓപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റുന്നതും, അതും ഒന്ന് ബോയ് ഒന്ന് ഗേൾ ആയിരിക്കും. ആൻഡ് അതിൽ ഗേളിന് ആക്ച്വലി അവർ ഓപ്പറേഷൻ കഴിയുന്ന സമയത്ത് ഗേളിന്റെ ഹെൽത്ത് കണ്ടീഷൻസ് പിന്നെ അവൾ വളരും തോറും വളരെ വീക്കായി വരികയാണ്. അവിടെ ആക്ച്വലി ആ ഒരു കൺജോയിന്റ് ട്വിൻസ് അല്ലെങ്കിൽ സയാമി സെരട്ടകളിലൂടെ കാണിക്കുന്നത് നമ്മളുടെ വിമന്റെ ആ ഒരു എങ്ങനെയാണ് വിമൻ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. എപ്പോഴും ആ ഒരു മെയിലിന് എപ്പോഴും ഒരു സുപ്രീമസിയും, അതുപോലെ തന്നെ ഫീമെയിലിന് ആ ഒരു ഓപ്പറേഷനിൽ മെയിൻ ആയിട്ടും ആ ഒരു മെയിൽ ആയതുകൊണ്ട് അവർ കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിട്ടുള്ള പോലത്തെ ഒരു സർജറി കണ്ടക്ട് ചെയ്തു. അതിനെ ബാക്കി ലൈഫ് മൊത്തം ആ ഒരു ഫീമെയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു ഫീമെയിലിന്റെ ആ ഒരു ടൈമിലുള്ള സ്ട്രഗിൾസിനൊക്കെയാണ് ആ ഒരു വർക്കിലൂടെ നമുക്ക് മഹേഷ് ദത്താനി കാണിച്ചു തരുന്നത്. സോ അങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു 8 ബ്ലോക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ നെക്സ്റ്റ് വർക്കിലേക്ക് വരുന്ന സമയത്ത് ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പേപ്പർ ആണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത്. ആൻഡ് ആ പേപ്പറിന്റെ കോഡാണ് MEG 10. സോ ഇതിന്റെ ബ്ലോക്ക് 1ലേക്ക് പോകുന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ. സോ ഇതിൽ മെയിൻ ആയിട്ട് നമ്മളുടെ ആ ഒരു എന്താ പറയുക ഇംഗ്ലീഷ് എങ്ങനെയാണ് നമ്മളുടെ ഇന്ത്യയിലേക്ക് വന്നത്,
നമ്മളറിയാം, നമ്മൾ ഈ ഡിഗ്രിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കേട്ടിട്ടുണ്ട്, ഫസ്റ്റ് നമ്മളുടെ ആ ഒരു ബ്രിട്ടീഷ് ഇങ്ങോട്ട് ഇംഗ്ലീഷ് കൊണ്ടുവന്നത് എങ്ങനെയാണ്? അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടാണ്. അവിടുന്ന് പിന്നെ എന്തായി? അഡ്മിനിസ്ട്രേഷൻ മാറിയിട്ട് അത് നമ്മളുടെ ആ ഒരു സ്കൂളിലെ മീഡിയം ഓഫ് ലാംഗ്വേജ്, മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷായി മാറുകയാണ്. അങ്ങനെയാണ് നമ്മൾക്ക് നമ്മളുടെ ഈ ഒരു ഇന്ത്യയിൽ ഇംഗ്ലീഷിന് ഇത്രയും ഇമ്പോർട്ടൻസ് വരാൻ കാരണം തന്നെ നമുക്കറിയാം. സോ അതിന്റെ ആ ഒരു എൻട്രി ഓഫ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ മെയിൻ ആയിട്ട് പഠിക്കാം. അതുപോലെ തന്നെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ നമ്മളുടെ ഈ ഒരു ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള നമ്മളുടെ തോമസ് മെക്കോളി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? സോ അവരെയൊക്കെ ആ ആളുടെ ആ ഒരു ഇംപ്ലിമെന്റ് എങ്ങനെയായിരുന്നു വന്നിട്ടുള്ളതെന്ന്, അതുപോലെ തന്നെ രാജാ റാം മോഹൻ റോയ് നമ്മൾ ആ ഒരു വെസ്റ്റേൺ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള ഒരു മനുഷ്യനാണല്ലോ. സോ അതൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിൽ ഒരു ഇൻട്രോ പോലെ നിങ്ങൾക്ക് വരുന്നത്. ഇനി ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് ഓക്കെ, ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് ബിഗിനിങ്സ് ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ്. അപ്പൊ നമുക്കറിയാം നമ്മളുടെ നാട്ടിലേക്ക് ഒരു പുതിയ ലാംഗ്വേജ് വരികയാണ്. അപ്പൊ പുതിയ ലാംഗ്വേജ് വരുന്ന സമയത്ത് ആൾക്കാർ ഗ്രാജുവലി മനസ്സിലാക്കാണ് എല്ലാം നമ്മളുടെ ഇപ്പോ അത്രയും കാലം നമ്മളെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് നമ്മളുടെ വർക്ക്, ഇപ്പോൾ മഹാഭാരതയാണെങ്കിൽ അങ്ങനത്തെ വർക്ക്സ് ഒക്കെ ആ സമയത്ത് നമുക്ക് സാൻസ്ക്രിറ്റിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് കൊണ്ടുവന്നപ്പോഴാണ് ആൾക്കാർക്ക് കുറച്ചും കൂടി അങ്ങോട്ടേക്ക് ആ സ്കൂൾ എഡ്യൂക്കേഷനിൽ നമ്മൾക്ക് ഇംഗ്ലീഷ് ഇംപ്ലിമെന്റ് ചെയ്തോട് കൂടിയിട്ട് ആളുകൾക്ക് ഒരു കോമൺ ലാംഗ്വേജ് എന്ന് പറയുന്ന പോലെ ഇംഗ്ലീഷ് വരികയാണ്. അപ്പൊ എന്താണ് പിന്നെ നമ്മളുടെ റൈറ്റിംഗ് എന്ന് പറയുന്നതും കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓതേഴ്സ് ഇംഗ്ലീഷ് ചൂസ് ചെയ്യാണ് ഉണ്ടാകുന്നത്. സോ ആ ഒരു ബിഗിനിങ്സ് ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ് എന്നുള്ളതാണ് ഈ ഒരു ബ്ലോക്കിൽ നിങ്ങൾക്ക് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ബ്ലോക്ക് 3ലേക്ക് വരുന്ന സമയത്ത് ബിഗിനിങ്സ് ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ. സോ ഗ്രാജുവലി റൈറ്റിംഗിൽ കൂടി വരുന്ന സമയത്ത് നമ്മളുടെ നോവൽ ആണെങ്കിലും പോയാണെങ്കിലും ഒക്കെ ഇംഗ്ലീഷിലേക്ക് വരുമല്ലോ. സോ ആ ഒരു നോവൽ ഇന്ത്യൻ ഇംഗ്ലീഷിലുള്ള നോവലിന്റെ ഒറിജിൻ ആണ് നിങ്ങൾക്ക് ഈ ഒരു ബ്ലോക്കിൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് ഡിഫറെന്റ് ഇംഗ്ലീഷസ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു ബ്ലോക്ക് വരുന്നത്. അതായത് മെയിൻലി നമ്മുടെ ആ ഒരു എവല്യൂഷൻ ഓഫ് ഇംഗ്ലീഷ്, ആ ഒരു ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ആ ഒരു വെസ്റ്റേൺ ടൈപ്പ് ഓഫ് ഇംഗ്ലീഷിൽ നിന്നും നമ്മളുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് എങ്ങനെയാണ് വന്നത്, അതാണ് ഈ ഒരു ബ്ലോക്കിൽ നിങ്ങൾക്ക് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമുക്ക് പറയാം നേറ്റീവൈസേഷൻ ഓഫ് ഇംഗ്ലീഷ്, നമ്മളെ നാടിൻ്റെതായിട്ടുള്ള ഒരു ഭാഷയാക്കി നമ്മൾ ഇംഗ്ലീഷ് എങ്ങനെ മാറ്റി എന്നുള്ളതാണ്. ആ ഇംഗ്ലീഷിൽ നമുക്കറിയാലോ ആ ഒരു ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മളുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് കിടക്കുന്നത്. സോ ആ ഒരു എവല്യൂഷൻ ആണ് നിങ്ങൾക്ക് ഈ ഒരു ബ്ലോക്കിൽ മെയിൻലി പഠിക്കാനുള്ളത്. ആൻഡ് ബ്ലോക്ക് 5ലേക്ക് വരുന്ന സമയത്ത് പ്രോബ്ലംസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. സോ ഈ ഒരു ബ്ലോക്കിൽ നിങ്ങൾക്ക് മെയിൻലി നമ്മളുടെ എന്താ പറയുക ടീച്ചിങ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇൻ ഇന്ത്യ എന്നുള്ളതിനുള്ള ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. ഇപ്പൊ ഇംഗ്ലീഷ് ആദ്യം നമുക്കറിയാലോ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ലാംഗ്വേജ് വന്ന സമയത്ത്. ഇംഗ്ലീഷ് എന്നുള്ള ഒരു ലാംഗ്വേജ് നമ്മുടെ ഇന്ത്യയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് അത് മാറി വന്നത്. സോ അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മാർച്ച് ഓഫ് TELI ടെലി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് മാർച്ച് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇൻ ഇന്ത്യ, അതാണ് ടെലി എന്നുള്ളത്. അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബ്ലോക്ക് 5ൽ പഠിക്കാനുണ്ടാവും. ആൻഡ് ബ്ലോക്ക് 6ലേക്ക് വരുന്ന സമയത്ത് ക്വസ്റ്റ്യനിങ് ദ കാനൺ. ഈ കാനൺ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ആക്ച്വലി എന്താന്ന് വെച്ചാല് നമ്മൾ ചില ലിറ്റററി വർക്ക്സ് ഉണ്ട്, അത് നമ്മൾ എന്താ പറയാ ആ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരുപാട് വർക്ക്സ്, ഒരു കാനണിക്കൽ ആയിട്ട് നമ്മൾ എടുത്തു വെക്കുന്ന അതിന്റെ വളരെ മൂല്യം ഉള്ളതെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒക്കെ കുറെ വർക്ക്സ് ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളെ ഇന്ത്യൻ റൈറ്റിംഗിൽ നമ്മളുടെ ഇന്ത്യൻ വർക്ക്സിലൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് നമ്മുടെ മഹാഭാരത, രാമായണം അങ്ങനത്തെ വർക്ക്സ് എന്ന് പറയുന്നത് നമ്മളൊരു കാനണിക്കൽ ആയിട്ട് കാണുന്ന വർക്ക്സ് ആണ്. നമ്മളുടെ മെയിൻ ആ ഒരു എന്താ പറയാ നമ്മളുടെ ആ ഒരു ലിറ്ററേച്ചർ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ പില്ലേഴ്സ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് വർക്ക്സ് ആണ്. അങ്ങനത്തെ വർക്ക്സിനെയാണ് നമ്മൾ കാനൺ എന്ന് പറയാം. സോ ക്വസ്റ്റ്യനിങ് ദ കാനൺ എന്ന് പറയുന്ന സമയത്ത് ഈ ബ്രിട്ടീഷ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വെസ്റ്റേൺ ഈ ലാംഗ്വേജ് നമ്മളുടെ നാട്ടിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മൾ കണക്കാക്കപ്പെട്ടിട്ടുള്ള കുറച്ച് കാനണിക്കൽ വർക്ക്സ് ഉണ്ട്, കാനണിക്കൽ ലിറ്റററി വർക്ക്സ് ഉണ്ട്. സോ അതിനെയൊക്കെ ഇവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി ക്രിട്ടിക്കലി. ഇപ്പൊ നമ്മളെ മഹാഭാരത, രാമായണം അങ്ങനത്തെ വർക്ക്സ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്തും അതിൽ വിമനെ ട്രീറ്റ് ചെയ്യുന്ന രീതി അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനിങ് ദ കാനൺ എന്ന് പറയുന്നത്
അങ്ങനത്തെ കാര്യങ്ങൾ, തീംസും അങ്ങനത്തെ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടും അറ്റ് ദ സെയിം ടൈം വേറെ ലിറ്റററി ആസ്പെക്ട്സിലൊക്കെ ബേസ് ചെയ്തിട്ട് അതിനെ അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. സോ അതിനെയാണ് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ ക്വസ്റ്റനിങ് ദ കാനൺ എന്ന് പറഞ്ഞിട്ട് മെയിൻലി നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ബ്ലോക്ക് 7 വരുന്ന സമയത്ത് എവല്യൂഷൻ ഓഫ് കാനൺസ് ഇൻ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. സോ ഇതിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു വെസ്റ്റേൺ ഇമ്പീരിയലിസം, ആ ഒരു കോളനൈസേഷൻ ഒക്കെ വരുന്ന സമയത്ത് നമ്മളുടെ ഇന്ത്യൻസിന്റെ ഒരു മൈൻഡ് കൂടുതലും വെസ്റ്റേണൈസ്ഡ് ആയി. അപ്പൊ നമ്മളുടെ മൈൻഡ് ഒക്കെ എന്താ പറയാ, ചെറുതായിട്ട് ഒരു വെസ്റ്റേൺ സ്റ്റൈലിലേക്കൊക്കെ ചിന്തിച്ചു തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാനണിക്കലായിട്ട് നമ്മൾ കാണുന്ന വർക്ക്സിലും കുറച്ച് എവല്യൂഷൻ ഒക്കെ വരാൻ തുടങ്ങി. സോ ആ ഒരു എവല്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് എവല്യൂഷൻസ് ഓഫ് കാനൺ ഇൻ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്കിൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. ഈ ബ്ലോക്ക് 8 വരുന്ന സമയത്ത് ഓക്കെ, ബ്ലോക്ക് 8 വരുന്ന സമയത്ത് ഡീകോളനൈസിങ് ദ മൈൻഡ്. നമ്മളുടെ ആ ഒരു മൈൻഡ് നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, ഡീകോളനൈസിങ് എന്ന് പറയുന്ന സമയത്ത് ആ കോളനൈസ്ഡ് ആയിട്ടുള്ളതിൽ നിന്ന് വിട്ട് മാറുക നമ്മളുടെ മൈൻഡ്, ബാക്ക് ടു നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ വർക്ക്സിനെ നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങുക, നമ്മളുടെ ലിറ്റററി വർക്ക്സിനെ നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങുക. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ 8 ബ്ലോക്കും അങ്ങനെ കഴിയണം. അങ്ങനെ നമ്മൾ ആ ഒരു പേപ്പറിന് മെയിൻലി എന്തൊക്കെയാ പഠിക്കാൻ വരുന്നത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പേപ്പർ വരുന്നത് MEG 14 കണ്ടംപററി ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. സോ ഈ ഒരു പേപ്പറിൽ നമുക്ക് മെയിൻലി ഇംഗ്ലീഷിലേക്ക്, അതായത് നമ്മളുടെ ഒരുപാട് വർക്ക്സ് ഉണ്ടാവുമല്ലോ നമ്മളുടെ ഇന്ത്യൻ ലാംഗ്വേജസിൽ എഴുതിയിട്ടുള്ള ഒരുപാട് വർക്ക്സ്. ആ വർക്ക്സ് നമ്മൾക്ക് ഇപ്പോ ബ്രിട്ടീഷേഴ്സ് വന്നിട്ട് നമ്മളുടെ ആ ഒരു ലാംഗ്വേജിലേക്ക്, അവരുടെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാൻ വരുന്നത് നമ്മളുടെ ഇന്ത്യൻ ഇപ്പോ ഞാൻ നമ്മളുടെ ഇപ്പൊ എന്താ പറയാ, സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജിൽ ഇപ്പൊ കന്നഡയിൽ, തമിഴിലൊക്കെ എഴുതിയിട്ടുള്ള ഓരോ വർക്ക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ വർക്ക്സ് ഒക്കെ അവർ തന്നെ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട്, ആ ഓതേഴ്സ് തന്നെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതിന്റെ ആ ഒരു പൊട്ടൻഷ്യൽ കൂട്ടി, അതായത് ഇംഗ്ലീഷ് എന്നുള്ള ഒരു ലാംഗ്വേജിലേക്ക് നമ്മളുടെ ആ ഒരു ഇന്ത്യൻ ലാംഗ്വേജിലുള്ള ഒരു വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് വെസ്റ്റേൺ ആയി, അത് കൂടുതൽ അതിന്റെ പൊട്ടൻഷ്യൽ കൂടുകയാണ്. അതായത് പുറം നാടുകളിലുള്ള വെസ്റ്റേൺ കൺട്രീസിലൊക്കെയുള്ള ആളുകൾ വായിക്കാനും നമ്മളുടെ നാടിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ആ ഒരു പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വർക്ക്സ്, ഇന്ത്യൻ ലിറ്റററി വർക്ക്സ് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിലേക്ക്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഈ ഒരു പേപ്പർ കണ്ടംപററി ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരുന്നത്. സോ അതിലെ ബ്ലോക്സ് നമുക്ക് എന്താ നോക്കാം. സോ ബ്ലോക്ക് 1 പോവാം. ബ്ലോക്ക് 1 നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസ് ആണ്. അതായത് ആ ഒരു കൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഐഡിയ ഓഫ് ഇന്ത്യ ആസ് നേഷൻ, നമ്മളുടെ ആ ഒരു നമ്മളുടെ ഒരു രാജ്യം എന്നുള്ളതും, ആ ഒരു എന്താ പറയാ, ഒരു പാട്രിയോട്ടിസം, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ബ്ലോക്കിൽ. അതുപോലെ തന്നെ ആ ഒരു സെർച്ച് ഫോർ ഇന്ത്യനെസ് ഇൻ ലിറ്ററേച്ചർ, നമ്മളുടെ ആ ഒരു വർക്ക്, നമ്മളിപ്പോ ഒരു ഇന്ത്യൻ ഓതർ ഒരു വർക്ക് എഴുതുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു ഇന്ത്യനെസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളുടെ ആ ഒരു മെയിൻ ആയിട്ട് വരുന്ന നമ്മുടെ ഒരു കൾച്ചറിനൊക്കെ ഡെപ്പിക്ട് ചെയ്തുകൊണ്ടുള്ള ടൈപ്പ് ഓഫ് വർക്ക്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ആൻഷ്യന്റ് ആയിട്ട് വരുന്ന ഇന്ത്യൻ ലിറ്ററേച്ചർ, മിഡിൽ ടൈമിൽ വന്നിട്ടുള്ള ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത്. ആൻഡ് സെക്കൻഡ് ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സംസ്കാര എന്ന് പറയുന്ന UR അനന്തമൂർത്തിയുടെ ഒരു വർക്കാണ് പഠിക്കുക, ഒരു നോവലാണ് പഠിക്കാൻ വരുന്നത്. സോ ഇത് ആക്ച്വലി ഒരു കന്നഡ നോവലാണ്, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് സംസ്കാര എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു വർക്ക് മെയിൻലി അതൊരു കാസ്റ്റ് സിസ്റ്റത്തിനൊക്കെ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു നോവലാണ്. സോ ഈ ഒരു നോവലാണ് നിങ്ങൾക്ക് ബ്ലോക്ക് 2 പഠിക്കാൻ. ആക്ച്വലി റിട്ടൺ ഇൻ കന്നഡയാണ് ഇത്, പക്ഷെ നമുക്ക് പഠിക്കാൻ വരുന്നത് ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വർക്ക്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ മൊത്തം പഠിക്കാൻ വരുന്നത്. സോ ഈ സംസ്കാര എന്ന് പറയുന്നത് കന്നഡയിൽ വന്നിട്ടുള്ള ഒരു വർക്കാണ്. അത് നമ്മളുടെ ആനന്ദമൂർത്തി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വർക്കാണ് നിങ്ങൾക്ക് ബ്ലോക്ക് 2 പഠിക്കാൻ വരുന്നത്. ആൻഡ് ബ്ലോക്ക് 3 വരുന്ന സമയത്ത് തമസ് എന്ന് പറയുന്ന ഒരു വർക്കാണ്, വിഷം സഹനിയുടെ തമസ് എന്ന് പറയുന്ന ഒരു വർക്കാണ്. ഇതും അതുപോലെ തന്നെ ഒരു നോവലാണ്. അതും ഇതുപോലെ തന്നെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു നോവലാണ്. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നുണ്ട് ബ്ലോക്ക് 3. അതിൽ മെയിൻ ആയിട്ട് നമ്മളുടെ റിലീജിയൻ, അതുപോലെ തന്നെ കമ്മ്യൂണൽ പൊളിറ്റിക്സ്, ഫീമെയിൽ സെൻട്രിക് അസോൾട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് നിങ്ങൾക്ക് മെയിൻലി പഠിക്കാൻ വരുന്നത്. ആൻഡ് ബ്ലോക്ക് 4 വരുന്ന സമയത്ത്
ഷോർട്ട് സ്റ്റോറിയാണ്. അത് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ ഓതേഴ്സിന്റെ ഷോർട്ട് സ്റ്റോറീസ് ആണ് ഈ ഒരു ബ്ലോക്കിൽ. അതിൽ നിങ്ങൾക്ക് ഒരു 4-5 സ്റ്റോറീസ് പഠിക്കാൻ വരുന്നുണ്ട്. ഒക്കെ സെപ്പറേറ്റ് ഓരോ യൂണിറ്റിലും ഓരോ സ്റ്റോറീസ് വീതമാണ് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 4 or 5 യൂണിറ്റ് വരുന്നുണ്ട് ഒരു ബ്ലോക്കിൽ. അതിൽ ഓരോ യൂണിറ്റ് എന്ന് പറയുന്നത് ഓരോ ഷോർട്ട് സ്റ്റോറിയാണ് പഠിക്കാൻ വരുന്നത്. ആൻഡ് ബ്ലോക്ക് 5ലേക്ക് വരുന്ന സമയത്തും അതുപോലെ തന്നെ കുറച്ചുകൂടി സ്റ്റോറീസ് തന്നെയാണ് വരുന്നത്. നമ്മളുടെ ഇന്ത്യൻ ഓതേഴ്സ് എഴുതിയിട്ടുള്ള വർക്ക്സ് ആണ്. മേ ബി അവരുടെ ലാംഗ്വേജിൽ മദർ ടങ്ങിൽ എഴുതി കന്നഡ തമിഴിലൊക്കെ എഴുതിയിട്ടുള്ള വർക്ക്സ് അത് പിന്നീട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ അതാണ് നിങ്ങൾക്ക് ഈ 2 ബ്ലോക്കും 4 and 5 ഷോർട്ട് സ്റ്റോറി ആയിട്ട് പഠിക്കാൻ വരുന്നത്. ആൻഡ് ബ്ലോക്ക് 6ലേക്ക് വരുന്ന സമയത്ത് പോയട്രി ആണ്. മെയിൻലി നമ്മളുടെ ഇന്ത്യൻ ഓതേഴ്സ് ആയിട്ട് വരുന്നവരൊക്കെ എഴുതിയിട്ടുള്ള പോയട്രീസ് നിങ്ങൾക്ക് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കാൻ വരുന്നത്. ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ സ്വന്തം മദർ ടങ്ങിൽ എഴുതിയിട്ടുള്ളത് അവര് ഇംഗ്ലീഷിലേക്ക് പിന്നീട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള പോയട്രീസ് ആണ് ഈ ഒരു ഇതിൽ വരുന്നത്. ബ്ലോക്ക് 7ലേക്ക് വരുന്ന സമയത്ത് തുഗ്ലക് എന്ന് പറയുന്ന ഗിരീഷ് കാർണാഡിന്റെ ഒരു വർക്ക്. ആക്ച്വലി തുഗ്ലക് എന്ന് പറയുന്നത് ഒരു കന്നഡയിലുള്ള ഒരു പ്ലേ ആയിരുന്നു കേട്ടോ. ഈ പ്ലേ എന്നിട്ട് അവര് ഗിരീഷ് കർണാട് തന്നെയാണ് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് തുഗ്ലക്. മേ ബി നിങ്ങളുടെ ഡിഗ്രിയിലൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവാം, നിങ്ങൾക്ക് അത് പിന്നെയും പഠിക്കാൻ വരുന്നതായിരിക്കും. അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് തുഗ്ലക് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ബ്ലോക്ക് 7ൽ നിങ്ങൾക്ക് മെയിൻലി വരുന്നത്. സോ ബ്ലോക്ക് 8ലേക്ക് വരുന്ന സമയത്ത് കുറച്ച് നോൺ ഫിക്ഷണൽ പ്രോസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഓരോ യൂണിറ്റിലും ഓരോ പ്രോസ് ചെയ്ത് ഓരോ ഓതേഴ്സിന്റെ വർക്ക്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ബ്ലോക്കിൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ ബ്ലോക്ക് 8ൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ എല്ലാ വർക്ക്സ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം അതായത് ഇപ്പൊ നമ്മളുടെ ലാംഗ്വേജിൽ വായിക്കുന്ന ഒരു വർക്ക് നമ്മളിപ്പോ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇപ്പൊ വായിക്കുക എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളുടെ ആ ഒരു മദർ ടങ്ങിന്റെ അല്ലെങ്കിൽ ആ ഒരു ഒറിജിനൽ ലാംഗ്വേജിന്റെ ആ ഒരു എസെൻസ് നമ്മൾക്ക് ആ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലേക്ക് വരുന്ന സമയത്ത് കിട്ടാറില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടും ആ ഒരു എഫക്റ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരുപാട് വർക്ക്സ് ഉണ്ട്. സോ അങ്ങനത്തെ കുറച്ച് വർക്ക്സ് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടും ഹൈലി നോട്ടബിൾ ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് വർക്ക്സ് ആണ് നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ മെയിൻലി നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്. സോ അത്രയാണ് നിങ്ങളുടെ ഈ ഒരു പേപ്പർ നിങ്ങൾക്ക് പഠിക്കാനുള്ള നിങ്ങളുടെ ഒരു MA സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അതായത് മെയിൻലി നിങ്ങളുടെ ആ ഒരു കമ്പൽസറി പേപ്പർ ആയിട്ടുള്ള ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജിൽ നമ്മൾ ഒരുപാട് ലാംഗ്വേജിന്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കണ്ടു. എന്തൊക്കെയാണ് നമ്മളുടെ ഭാഷാ വശങ്ങൾ, അതാണല്ലോ നമ്മുടെ ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ്. ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഒരു വേർഡ്സും സെന്റൻസസും മാത്രമല്ല, അതിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നൊക്കെയാണ് നിങ്ങൾ ആ ഒരു ഫസ്റ്റ് ഇതിൽ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങളുടെ ആ ഒരു റൈറ്റിംഗ്സ് ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷണൽ മൊഡ്യൂളിലേക്ക് വന്നു. അതിൽ നമ്മൾ ഫസ്റ്റ് നമ്മളുടെ ആ റൈറ്റിംഗ് ഇംഗ്ലീഷിലേക്ക് മെയിൻലി വന്നിട്ടുള്ള റൈറ്റിംഗ്സ്, അതുപോലെ തന്നെ ആ ഒരു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന നമ്മുടെ കൾച്ചറും അതുപോലെ തന്നെ ആ ഒരു കൊളോണിയൽ പീരീഡിലൊക്കെ ഉണ്ടായിരുന്നിട്ടുള്ള നമ്മൾ ഇന്ത്യയുടെ അവസ്ഥകളൊക്കെ കാണുന്ന ഒരുപാട് വർക്ക്സ് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റഡ് വർക്ക്സ് നമ്മളുടെ ആ ഒരു ഇന്ത്യൻ ലാംഗ്വേജിൽ എഴുതിപ്പെട്ടിട്ട് പിന്നെ വളരെ ഫേമസ് ആയിട്ട് മറ്റു നാടുകളിലും നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷം മറ്റു നാടുകളിലും ഒരുപോലെ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഒക്കെ ആണല്ലോ അല്ലെ പഠിച്ചത്. വേറെ ഏതോ നാടിന്റെ കുറെ വർക്ക്സ് ഒക്കെ പഠിച്ചു. ഇപ്പൊ ഈ സെക്കൻഡ് ഇയറിൽ വന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ നാടിന്റെ തന്നെ നമ്മൾ ഇന്ത്യൻ വർക്ക്സ് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ആ ഒരു കൾച്ചറിലേക്ക് വരുന്ന വർക്ക്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി വായിക്കുന്ന സമയത്ത് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് എല്ലാവർക്കും ഇന്ത്യന്റെ ഹിസ്റ്ററി അറിയാം, എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഇൻഡിപെൻഡൻസിലേക്ക് എത്തിയത്. ഈവൻ വിമന്റെ കണ്ടീഷൻസ് ഒക്കെ ആദ്യം എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ ആ ഒരു നമ്മൾ ചെറുതിലേ തൊട്ട് ഇങ്ങനെ കേട്ട് വരുന്ന കാര്യമായതുകൊണ്ട് നിങ്ങൾക്ക് ഈ വർക്ക്സ് ഒക്കെ വായിക്കുമ്പോൾ ഹൈലി കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമ്മളുടെ ആ ഒരു ബാക്കി നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച അത്ര ഒരു ഡ്രൈവ് പോലെ നിങ്ങൾക്ക് തോന്നത്തില്ല ഇതൊന്നും വായിക്കുന്ന സമയത്ത്. നമ്മളുടെ വർക്ക് നമ്മൾക്ക് വായിക്കുന്ന പോലെ നമുക്ക് തോന്നുന്ന ഒരു ഫീൽ ആയിരിക്കും ഈ വർക്ക്സ് ഒക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു സെക്കൻഡ് ഇയറിന്റെ പേപ്പർ ഡിവിഷനും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ബാക്കി ആരും ജോയിൻ ചെയ്തില്ല. ആകെ 2 പേരാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. തിരക്കുകൊണ്ടായിരിക്കും ജോയിൻ ചെയ്യാത്തത്. മാം സെക്കൻഡ് ഇയറില് അസൈൻമെന്റ് ഉണ്ടാവോ? ആ സെക്കൻഡ് ഇയറിന് അസൈൻമെന്റ് ഉണ്ട്. നിങ്ങളെ ഫസ്റ്റ് ഇയർ ഫോളോ ചെയ്ത സെയിം പാറ്റേൺ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലും അസൈൻമെന്റ്സ് ഉണ്ട്. നിങ്ങളുടെ 4 അസൈൻമെന്റ് ആണ്. നിങ്ങൾ മാർച്ചോട് കൂടി അതും കൊണ്ട് സബ്മിറ്റ് ചെയ്യണം. ഇൻ കേസ് നിങ്ങളെ സ്റ്റഡി സെന്റേഴ്സ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ മാർച്ചിൽ തന്നെ കൊണ്ട് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നമ്മൾ ഇവിടുന്ന് ടൈം ടേബിളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ.